ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പീരീഡ് ആണോ വരാൻ പോകുന്നത്, പ്രഗ്നൻസി ആയതാണോ എന്ന് വെറും ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന തരത്തിലുള്ള 2 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേർക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസും അതുപോലെ PCODയുടേതായിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ട്. PCODയുടെ ലക്ഷണങ്ങളും പ്രിമെൻസ്ട്രൽ സിംറ്റംസിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ പീരീഡ്സ് ആകുന്ന ലക്ഷണങ്ങളും ഒക്കെ ഏറെക്കുറെ സെയിം ആയതുകൊണ്ട് പലരും ആ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ചിലർ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കാണുമ്പോൾ പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത് വെക്കും. ചിലവർ അങ്ങനെയല്ല, നേരെ തിരിച്ചും. അതായത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആണെന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടുന്ന തരത്തിലുള്ള കെയർ കൊടുക്കാത്ത ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തത് കേട്ടോ. ഈ ലക്ഷണം നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മാറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് തീർത്തും ഉറപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ലൈറ്റ് ബ്ലീഡിങ്ങിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ആകുന്ന പല ആളുകൾക്കും ഈ ഒരു സമയത്ത് ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലീഡിങ് വരുന്നുണ്ട്. നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ അതിനേക്കാളും മുൻപുള്ളൊരു ജനറേഷനോ ഇത്തരത്തിലുള്ള ലൈറ്റ് സ്പോട്ടിങ് ചിലപ്പോൾ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം അനുസരിച്ചിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ടും പല ആളുകൾക്കും ത്രെട്ടേൺഡ് മിസ്കാരേജ് ആയിട്ടും അതുപോലെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങോ ആയിട്ടും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കണ്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ പകുതിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ലൈറ്റ് സ്പോട്ടിംഗ് ഉണ്ടാകുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മൾ പീരിയഡ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഒരു ഫാക്ടർ വെച്ചിട്ടാണ്. പീരിയഡ്സ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഈ ലൈറ്റ് സ്പോട്ടിംഗ് ഉണ്ടായി ഒരു 2-3 ദിവസത്തിന് ശേഷം, മാക്സിമം ഒരു 5 ദിവസത്തിന് ശേഷം എന്തായാലും നിങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് പ്രഗ്നൻസി ആയതിൻ്റെ സൂചനയും കൂടിയായിരിക്കും. ഒരു ലൈറ്റ് സ്പോട്ടിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ടാത്ത തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലൈറ്റ് സ്പോട്ടിംഗ് ആണ്. ലൈറ്റ് സ്പോട്ടിംഗ് വരുന്ന ഒരാൾ എപ്പോഴാണോ സ്പോട്ടിംഗ് വരുന്നത് ആ ദിവസം മുതൽ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസത്തിൽ നിങ്ങൾ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സമയത്ത് ലൈറ്റ് സ്പോട്ടിംഗ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസും കൂടി കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതായത് ഓവറായിട്ട് ടയേർഡ് ആവുക, വോമിറ്റിംഗ് ഉണ്ടാവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളും കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും മതിയാവും കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും കൂടി വരുന്നുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ആക്ച്വലായിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകുന്ന അവസ്ഥയാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പലപ്പോഴും ഡോക്ടേഴ്സിന് സ്കാനിങ്ങിൽ പോലും ഈ ഒരു പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രത്തോളമെങ്കിലും ഗ്രോത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പ്രഗ്നൻസി നഷ്ടമാകുന്ന സിറ്റുവേഷനാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് കേട്ടോ. ലൈറ്റ് സ്പോട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷനുകളിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ പീരിയഡ്സിൻ്റെ ദിവസത്തിൽ ബ്ലീഡിങ് വരുന്നുണ്ട്, പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് മറ്റേതെങ്കിലും ഫാക്ടേഴ്സ്, അതായത് മറ്റേതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈറ്റ് സ്പോട്ടിങ് ഉണ്ടാവുന്നത്. ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത്, പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് ബ്ലീഡിങ് പോകുന്നത് നമ്മുടെ എങ്ങനെയാണ്, നമ്മുടെ ഫെർട്ടിലിറ്റി എഫക്റ്റീവ് ആണോ അല്ലയോ, നമ്മുടെ ഫെർട്ടിലിറ്റി നല്ല രീതിക്ക് പോകുന്നുണ്ടോ, നമുക്ക് എഗ്ഗൊക്കെ ഗ്രോ ആകുന്നുണ്ടോ, എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഒക്കെ പ്രോപ്പറായിട്ട് ഓൾമോസ്റ്റ് എങ്കിലും വളരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഈ ബ്ലീഡിംഗ് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ദിവസം ഒരു പാഡോ അല്ലെങ്കിൽ ഒരു മെൻസ്ട്രേഷനിൽ നമ്മൾ 2 പാഡ് മാത്രമേ മാക്സിമം ചേഞ്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് അല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ലൈറ്റ് സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷം 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സ്കാനും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ഇംബാലൻസസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റ് സ്പോട്ടിംഗ് ആണ് നമുക്ക് PMS ആണോ അല്ലെങ്കിൽ പീരിയഡ്സ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്നത്. ലൈറ്റ് സ്പോട്ടിംഗ് വന്നതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിരിക്കും. എന്നാൽ ലൈറ്റ് സ്പോട്ടിംഗ് വന്നിട്ട് ഒരു 5 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്നത് പീരിയഡ്സിൻ്റെ ലക്ഷണമായിരിക്കും കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ്. ഇത് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരഭാഗമായിട്ടുള്ള ബ്രസ്റ്റിലായിരിക്കും. പല ആളുകൾക്കും പീരിയഡ്സ് ആകുന്നതിന് 2 ദിവസമോ 3 ദിവസമോ ഒക്കെ മുമ്പ് ബ്രസ്റ്റ് പെയിൻ തുടങ്ങാറുണ്ട്. ബ്രസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് ഇരിക്കാറുണ്ട്.
നമുക്ക് പല സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ലക്ഷണം കൂടിയാണ് ബ്രസ്റ്റിലുണ്ടാകുന്ന ഹെവിനെസ്സും ബ്രസ്റ്റിലുണ്ടാകുന്ന വേദനയും. നമ്മുടെ ശരീരത്തിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരുമിച്ച് നമ്മുടെ ആ ഒരു ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് അതായത് പ്രൊജസ്ട്രോൺ കുറച്ച് കൂടുതലും അതുപോലെ ഈസ്ട്രജനും വേണ്ടുന്ന ഒരു ലെവലിലുമാണ് പോകാറുള്ളത്. ഈ രണ്ട് ഹോർമോൺസും ഒറ്റയടിക്ക് ഡൗൺ ആകുമ്പോഴേക്കും ഇതിന്റെ ആ ഒരു എഫക്റ്റ്, ഈ ഹോർമോൺസിൽ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ബ്രസ്റ്റിലെ ടിഷ്യൂസിൽ ബാധിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വേദന വരികയും ആ വേദന വന്നതിന് ശേഷം ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വേദന തന്ന് പിറ്റേ ദിവസം തന്നെയോ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇത് പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ പീരീഡ്സിന്റെ 2 ദിവസമൊക്കെ മുൻപ് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ഇനി ഈ ഒരു മാറ്റം തന്നെ, അതായത് ബ്രസ്റ്റിലെ ഹെവിനെസ്സും അതുപോലെ തന്നെ ബ്രസ്റ്റിലെ വേദനയും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നിപ്പിളിലുണ്ടാകുന്ന ചേഞ്ച്. നിപ്പിള് പല ആളുകൾക്കും നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഫീഡിംഗ് ഒക്കെ നിർത്തി ഏകദേശം 1 വർഷമൊക്കെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രസ്റ്റിന്റെ നിപ്പിളിൽ ഉണ്ടാകുന്ന കളർ എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളർ ആയിരിക്കും. അതായത് നമുക്ക് ഈ ബ്രൗൺ കളർ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കളറായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നിപ്പിളിലെ കളർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാനായിട്ട് തുടങ്ങും. ബ്രൗണിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡിലോട്ട് ചിലപ്പോൾ അത് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു രീതിക്കുള്ള കളറും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന ലക്ഷണമാണ്. പീരിയഡ്സ് ആകുന്നതിന് മുൻപ് ഒരിക്കലും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നിപ്പിളിന് ചുറ്റും ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ബ്രസ്റ്റിന് ടൈറ്റ്നസ്സും അതുപോലെ തന്നെ ബ്രസ്റ്റ് എൻലാർജ് ആകാനായിട്ടും തുടങ്ങുന്നു. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ ബ്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് എൻലാർജ് ആവുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ആ ഒരു ചേഞ്ചസിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ബ്രസ്റ്റ് എൻലാർജ് ആവുന്നത്. പീരിയഡ്സ് ആകുന്നതിന് മുൻപ് ഒരുപാട് പേർക്ക് അങ്ങനെ ബ്രസ്റ്റ് എൻലാർജ് ആവാറില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ബ്രസ്റ്റ് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഷേപ്പിലൊക്കെ ഡ്രസ്സ് ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഭയങ്കര വിസിബിൾ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ടൈറ്റ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ ഒരു മാമറി ഗ്ലാൻസ് ഒക്കെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്രസ്റ്റിൽ ആ ഒരു എൻലാർജ്മെന്റ് ഫീൽ ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ പകുതിക്ക് വെച്ച് തന്നെ 34 ഉണ്ടായിരുന്ന ആൾ 36 ആവുമെന്നല്ലാണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കൊരു ടൈറ്റ്നെസ് നല്ലതുപോലെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ 3 മാറ്റങ്ങളാണ് നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഏറ്റവും ആദ്യത്തേതാണ് നമുക്കുണ്ടാകുന്ന ലൈറ്റ് ബ്ലീഡിങ്. രണ്ടാമത്തേതാണ് നമ്മളുടെ നിപ്പിളിന്റെ കളറിൽ ഉണ്ടാകുന്ന, അതായത് ഒരു ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലോട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. മൂന്നാമത്തേതാണ് നമുക്കുണ്ടാവുന്ന ആ ബ്രസ്റ്റിന്റെ സൈസ് എൻലാർജ് ആവുന്നത്. ഈ 3 ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 3 ലക്ഷണവും നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നത് ചെറിയ ബ്ലീഡിംഗ് ആണെങ്കിലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാവിലെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ യൂറിനിലായിരിക്കും ഏർലി സ്റ്റേജിൽ HCG ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ ഒരു യൂറിൻ തന്നെ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്ന ആളുകൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം 1-ാം തീയതി ആണെങ്കിൽ ഈ മാസം 5-ാം തീയതി, ഇതാണ് നിങ്ങളുടെ പീരിയഡ് ഡേറ്റ് എന്ന് വിചാരിക്കുക. 1-ാം തീയതിയിൽ നിന്നും അടുത്ത മാസം 5-ാം തീയതി വരെ എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.